ഒരു കാടളകി വരുന്നുണ്ടല്ലോ. ഇതേപോലെയുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായാലും പറിക്കാതിരിക്കാൻ തോന്നാ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ തങ്ങൾ നിൽക്കണായിട്ട്. ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് വേറെ എങ്ങോട്ടേക്കല്ല, പള്ളിയിലേക്കാണ്. നവംബർ മാസം 2-ാം തീയതി നമ്മുടെ ഇടവകയിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഒരു ഒപ്പീസും പ്രാർത്ഥനയും ഉണ്ടാവും, അതും സിംസ്തേരിയയിൽ. അന്നേ ദിവസം നമ്മുടെ പ്രിയപ്പെട്ടവർ കിടക്കുന്ന ആ ഒരു സ്ഥലം എത്രത്തോളം അലങ്കരിച്ചാലും നമുക്കിങ്ങോട്ട് മതിയാവില്ലാന്നേ. പ്രത്യേകിച്ച് എൻ്റെ പപ്പയ്ക്ക് ആ ഒരു ദിവസം പപ്പ എത്രത്തോളം പൂ വാങ്ങുമോ അത്രത്തോളം പൂ വാങ്ങും. അമ്മാമ്മ എപ്പോഴും പറയും മരിക്കുകയാണെങ്കിൽ നവംബർ മാസത്തിൽ മരിക്കണം, അതാവുമ്പോൾ നമുക്ക് വേണ്ടി ഇടവക മൊത്തം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമല്ലോ. ആ ഒരു മാസം മുഴുവൻ പള്ളിയിൽ കുർബാനയൊക്കെ കഴിയുമ്പോൾ ഇടവകയിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഒരു ഒപ്പീസൊക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് വേണ്ടി പ്രത്യേകം ആരും ഒപ്പീസ് ചെല്ലിക്കേണ്ട, ഇടവക മൊത്തം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അമ്മൂമ്മ ഇങ്ങനെ പറയും. ഈ കൊല്ലം നമുക്ക് പൂവൊന്നും വാങ്ങണ്ട, ആ കാണുന്ന കാട്ടു സൂര്യകാന്തി വെച്ച് നമുക്ക് കളർ അങ്ങോട്ട് ഭംഗിയാക്കാന്ന് പറഞ്ഞപ്പോൾ പപ്പയോടൊപ്പം കട്ടയ്ക്ക് അങ്ങോട്ട് നിന്നു.